അപ്പോൾ ഗൈസ് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നമ്മൾ ഈ ഒരു വിഷയം, ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം അത് ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അനുഭവിക്കുന്ന വേദനകളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രേണുവിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു വ്യക്തിക്ക് ഒഴിച്ച് ആ വ്യക്തിക്ക് ക്യാൻസർ ഒന്ന് പുഴുത്തിയെത്താലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അത് ഞാൻ ആഗ്രഹിക്കുന്ന മരണമാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് രേണുസുതിയാണ്. രേണുസുതിയുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന തരത്തിലുള്ള ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു. അതിനെ തുടർന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത് വരെ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല എന്നായിരുന്നു അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എൻ്റെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്ന് പെട്ടു. ആ പോസ്റ്റുകളെല്ലാം പരിശോധിച്ചപ്പോൾ മാറ്റർ ഒന്ന് തന്നെ, പക്ഷേ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന IDs വേറെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു പർട്ടിക്കുലർ ഫേസ്ബുക്ക് പോസ്റ്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനിടെ പല ഐഡികളിലേക്കും കോപ്പി പേസ്റ്റ് ചെയ്യപ്പെട്ട് പ്രചരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഞാൻ രേണുസുതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കണ്ടു. ആ ഒരു വീഡിയോ ഒരു കമന്റിനുള്ള മറുപടിയാണ്. കിച്ചുവിനെ അവന്റെ ചേട്ടനെ ഏൽപ്പിക്കൂ, അവൻ അവിടെ വളരട്ടെ. വിനീത് 20 എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം IDയിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കിച്ചുവിന് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഋതപ്പന്റെ കാര്യമായിരിക്കും. ഋതപ്പനെ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെ ഏൽപ്പിക്കുക, അവൻ കൊല്ലത്ത് നിന്ന് വളരട്ടെ എന്നാണ് ഈ ഒരു കമന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇപ്പം ക്യാൻസർ ആണ്, അന്നേരം ഇവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ നല്ല ചിലവ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും അതിന് രേണു കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം. കിച്ചുവിനെ അവന്റെ ഏട്ടനെ ഏൽപ്പിക്കാൻ അവൻ അവിടെ വളരട്ടെ. എന്താ കുട്ടാ നീ ഉദ്ദേശിച്ചത്? ഋതപ്പന്റെ കാര്യമാണോ? നീ നിന്റെ വീട്ടിൽ തന്നെ നിന്റെ അമ്മയുടെ കൂടെ തന്നെയാണോ വളരുന്നത്? ആണോ? അപ്പൊ ഋതപ്പനും അവന്റെ അമ്മയുടെ കൂടെ തന്നെയാണ് വളരുന്നത് കേട്ടോ. കൂടുതൽ നീ അന്വേഷിക്കാൻ വരല്ലേ. അപ്പൊ ഇത് രേണു കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആൻസർ ആണ്, മറ്റൊന്നുമല്ല. ഈ രേണുസുതിയുടെ മകനായിട്ടുള്ള ഋതപ്പന് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. ആ കുട്ടി ഇന്നും ഒരു കൊച്ചു പയ്യൻ തന്നെയാണ്. 10 വയസ്സ് പോലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള കുട്ടിയുടെ സംരക്ഷണാവകാശം അത് മാതാവാണ് ശ്രദ്ധിക്കേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഇവർ വർക്കിനും മറ്റു കാര്യങ്ങൾക്കും പോകുമ്പോൾ ഇവരുടെ മാതാപിതാക്കളാണ് ആ കുട്ടീനെ വളർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് രേണുസുതിയാണ്. രേണുസുതിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു അസുഖമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവരത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇവർക്ക് ട്രീറ്റ്മെന്റ് നടക്കുന്നതായിട്ട് നമുക്ക് പുറത്തേക്ക് വിവരമൊന്നും വന്നിട്ടില്ല. രേണു ഫൈനലി വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ് എനിക്ക് ഇതാണ് അസുഖം എന്ന് ഇവർ പറയുന്നത് വരെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അതേപോലെ തന്നെ ഇവർക്കുണ്ട് എന്ന് പറയപ്പെടുന്ന അസുഖം അത് സെക്കൻഡ് സ്റ്റേജ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. അതിന് വലിയ എക്സ്പെൻസും കാര്യങ്ങളും ഒന്നും വരത്തില്ല. കാരണം ഇന്നത്തെ നമ്മുടെ മോഡേൺ മെഡിസിനിനകത്ത് ഇതിന് നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതാണെങ്കിൽ ഇപ്പോൾ പഴയ കണക്കല്ല, ഇതിനൊന്നും വലിയ ഭാരിച്ച ചിലവുകളൊന്നും വരുന്നില്ല. നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ പോലും ഇതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സെക്കൻഡ് സ്റ്റേജൊക്കെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കാര്യമാണ്. എന്തായാലും ഞാൻ ഇന്ന് ഈ ഒരു കമന്റിനുള്ള മറുപടി അത് രേണു കറക്റ്റായിട്ട് തന്നെ കൊടുത്തു എന്ന് പറയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, രേഷ്മ MP എന്ന് പറയുന്ന ഒരു IDയിൽ വന്നിരിക്കുന്ന ഇത് ഫേസ്ബുക്ക് പോസ്റ്റാണ്. രേണുവിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് അവൾക്ക് ക്യാൻസർ ഇല്ല, അത് അവളുടെ ടീമിന്റെ അടുത്ത പരിപാടിയാണ്. ഇവൾക്കൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് ഇവൾ പലതായി തിരിച്ചിരിക്കുന്നു. അതിൽ ചിലർ രേണുവിനെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോസ് ഇടുന്നവരെ തേടി പിടിച്ച് കമന്റ്സ് ഇടാൻ ഏൽപ്പിച്ചിരിക്കുന്നു. മറ്റു ചിലരെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് തെറി പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വീഡിയോസ് ആയിട്ടും കമന്റ്സ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഇപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ് വീഡിയോസ് ഇറങ്ങിയിരിക്കുന്നത് അവളുടെ കുറച്ച് യൂട്യൂബ് പാർട്ട്നേഴ്സിനെ വെച്ചിട്ടാണ്. ഓൾറെഡി അശ്ലീല വീഡിയോസ് ചെയ്ത് അവൾക്ക് ചീത്തപ്പേര് വീണു. ഇനി അവൾക്ക് അതിൽ നിന്ന് കരകയറണം. പിന്നെ ഷെഫീന അതിൻ്റെ പേര് വായിച്ചു പോയി, ഷെഫു ഒരു പണി ഇനിയും പറയാനുണ്ട്. ഇത് തന്നെയാണ്. ഇതിപ്പോൾ രേഷ്മ MP കഴിഞ്ഞപ്പോഴത്തെ അടുത്തത് ഒരു സുറാറ്റാക്സ്, അതിനകത്ത് ഇതേ സെയിം സാധനം. രേണുവിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് അവൾക്ക് ക്യാൻസർ ഇല്ല, ഇത് അവളുടെ ടീമിൻ്റെ അടുത്ത പരിപാടിയാണ്. ഇവൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് ഇവൾ പലതായി തിരിച്ചിരിക്കുന്നു. അതിൽ ചിലർ രേണുവിനെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോസ് ഇടുന്നവരെ തേടി പിടിച്ച് കമന്റ്സ് ഇടാൻ ഏൽപ്പിച്ചിരിക്കുന്നു.
മറ്റു ചിലരെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് തെറി പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വീഡിയോസ് ആയിട്ടും കമൻസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഇപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ് വീഡിയോസ് ഇറങ്ങിയിരിക്കുന്നത് അവളുടെ കുറച്ച് യൂട്യൂബ് പാർട്ട്നേഴ്സിനെ വെച്ചിട്ടാണ്. ഓൾറെഡി അവൾ അശ്ലീല വീഡിയോസ് ചെയ്ത് അവൾക്ക് ചീത്തപ്പേര് വീണ്. ഇനി അവൾക്ക് അതിൽ നിന്നും കരകയറണം. പിന്നെ ബാക്കി ഞാൻ വായിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാൻ. ഇത് രണ്ടും വന്നിരിക്കുന്ന ഡേറ്റുകൾ നോക്ക്. രേഷ്മ എം പിയുടേത് 3 ദിവസം മുൻപ് വന്നത്, സുറോടാക്സ് 2 ദിവസം മുൻപ് വന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ നിരവധി ഫേസ്ബുക്ക് ഐഡികളിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഫേസ്ബുക്ക് പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. വ്ലോഗ് മഹേഷ് ചുണ്ടൽ ചത്ത് കിടക്കുന്ന പോലെയുണ്ട് ശവം. അതായത് രേണുസുതിയുടെ ഒരു പുതിയ ഷോർട്ട് ഫിലിമിനകത്ത് ഇവരുടെ ക്യാരക്ടർ ആ സ്ക്രിപ്റ്റിനകത്ത് മരിക്കുകയാണ്. അങ്ങനെ മരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സീൻ ഇപ്പോൾ പുറത്തേക്ക് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതെടുത്ത് വെച്ച് പലരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് പലർക്കും അതിൻ്റെ കാര്യം മനസ്സിലായിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട്. അന്നേരം അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇത് മരിച്ച ഷോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ വ്യക്തമായിട്ട് RJ ലച്ചു എന്ന് പറഞ്ഞ ഡയറക്ടർ പറയുന്നുണ്ട് ഇത് മരിക്കുന്ന സീനാണ്, അതുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നതായിട്ട് കാണിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ മറ്റേ നോർമൽ സിനിമകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും ഈ മരണത്തിൻ്റെ സീൻ, പ്രിയപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന സീനുകളൊക്കെ ധാരാളമായിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അതിനെ വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്ത് ഇത് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്നത് അത്രത്തോളം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാനുള്ള കാര്യം പറയാം. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ അത് ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് വിമർശിക്കാം. ഇവരുടെ മുൻപത്തെ പല ഷോർട്ട് ഫിലിമുകളിലും പല ആൽബംസിനകത്തുമൊക്കെ അശ്ലീലത ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു മരണത്തിൻ്റെ സീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരത്തിലുള്ള ഇമോഷൻസ് പ്രകടിപ്പിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഞാൻ എടുക്കാൻ കാരണം ഇതിനകത്ത് ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബോഡി ഷേമിംഗ് ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവരെ ശവം എന്നൊക്കെ വിളിക്കുന്നത്. അതിനൊക്കെ കാര്യമുണ്ട്, നമുക്ക് അറിയാൻ പാടില്ലാണ്ട് ചുണ്ടരി ചത്ത് കിടക്കുന്ന പോലെയുണ്ട് ശവം. ഈ വ്ലോഗ് മഹേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ സ്ത്രീയോട് എന്താണ് വ്യക്തിവൈരാഗ്യം എന്ന് എനിക്കറിയത്തില്ല. സഹോദര, നിങ്ങളുടെ വീട്ടിലുണ്ട് അമ്മയും പെങ്ങന്മാരും ഒക്കെ. നാളെ അവരെക്കുറിച്ച് ആരെങ്കിലും ഇത്തരത്തിലുള്ള ബോഡി ഷെയിം കമൻറ്റുകളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കുമോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ലെങ്കിൽ അൺഫോർച്യുനേറ്റ്ലി എനിക്കൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ അത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നമ്മൾ ഈ ഒരു വിഷയം, ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം, അത് ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അനുഭവിക്കുന്ന വേദനകളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രേണുവിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു വ്യക്തിക്ക് ഒഴിച്ച് ആ വ്യക്തിക്ക് ക്യാൻസർ ഒന്ന് പുഴുത്തി എത്താലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അത് ഞാൻ ആഗ്രഹിക്കുന്ന മരണമാണ്. ആ ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി ആർക്കും വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അത് അത്രത്തോളം പെയിൻഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അസുഖം വെച്ചുകൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പേര് അവരെ അധിക്ഷേപിക്കുക, മാനസികമായിട്ട് ഒരുമാതിരി തകർക്കാനൊക്കെ ശ്രമിക്കുന്നത് മോശമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. രേണുസുതി ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ല തനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന്. അത് പലരും പുറത്തുനിന്ന് അറിഞ്ഞ് പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രേണുസുതിയുടെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഓക്കെ, ബൈ. പിന്നെ അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഞാൻ ഈ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞതിന്റെ പേര് കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ആ നാവിന് ക്യാൻസർ വരണമെന്ന്. കുറച്ച് കുട്ടികളും സ്ത്രീകളും രക്ഷപ്പെടും. അതുകൊണ്ടാണ്. ശരിയാണോ?